ഹലോ ഗൈസ്, എനിക്ക് കഴിഞ്ഞ ദിവസം അങ്ങ് ദൂരെ സൗദിയിൽ നിന്ന് ഒരടിപൊളി റെസിപ്പി കിട്ടിട്ടോ. വേറെ ഒന്നുമല്ല, കപ്പയും മത്തിയുമാണ്. അപ്പം അതൊന്ന് ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പോയത് സഫാരി മാളിലാണ്. കപ്പയും മത്തി ഇല്ലാണ്ട് കാര്യം നടക്കത്തില്ലല്ലോ. അങ്ങനെ കപ്പ വാങ്ങിച്ചു. മത്തി എന്താണെന്ന് അറിയില്ല, അവരവിടെ നന്നാക്കി തരത്തില്ല. മത്തിക്ക് എന്താ അയിത്തുണ്ടോ? എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. സാരില്ല, ഇനി പോകുമ്പോൾ ഒന്ന് ചോദിക്കണം. അപ്പോൾ പിന്നെ കപ്പ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട്, കൂടാതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് 3 വിസിലടിക്കുക. ആ 3 വിസിലടിച്ച ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ അതുകൂടി അതിന് മേളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കുമ്പോൾ ഒരു മണം വരും. സത്യം പറഞ്ഞാൽ ചുറ്റുപാടുള്ളതൊന്നും കാണാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ കണ്ണിങ്ങനെ അടക്കുമല്ലോ മണക്കുമ്പോൾ. അപ്പോൾ അവിടെയുള്ളതൊന്നും കാണാൻ പറ്റില്ല. അത്രക്കൊരു മണമായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ ഡെക്കറേഷനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കടുകും കൂടി താളിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം കിട്ടില്ലനാണ് ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്തായാലും അടിപൊളി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് ഈ ഒരു റെസിപ്പി. കപ്പയും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ കപ്പയും മത്തിയും കൂടി ഈ ഒരു ടൈപ്പിൽ നമ്മൾ കഴിച്ചിട്ടില്ല. സെപ്പറേറ്റ് ആണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി പറഞ്ഞു തന്നാൽ നമ്മുടെ സൗദിയിലുള്ള ചേട്ടനും ഒരു വലിയ 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 ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.